Shall we start, sir? Yeah, please carry on. So, very good evening all. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ തുടങ്ങിയ മോക്ഷ എന്ന ഈ പരിപാടിയുടെ മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൽ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോഗ്രാം നടത്താനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ വിജയൻ സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായി രഘുചന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Actually, I'm inside the car, so please excuse me, Sri Vijayan. I just want to, because being inside the car, anyway, I'm very happy that that we could convene this meeting today. It's the third meeting of Moksha. I'm quite sure that we will be able to deliberate in a short while about the way forward, how we're going to achieve this, and looking forward to hear all of you, and welcome to all of you. Thank you. ഒരു ചെറിയൊരു ബ്രീഫ് വിജയൻ സാറിനെ കുറിച്ച്. 1999 ബാച്ച് IPS ഓഫീസറാണ്. 24 വർഷത്തെ സർവീസ്. പോലീസ് ചീഫായി കാസർഗോഡ്, തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം ഡിസ്ട്രിക്റ്റുകളിൽ ആൻഡ് കമ്മീഷണറായി കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ ആൻഡ് തിരുവനന്തപുരം ജില്ലകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. തന്റേതായ വ്യക്തിമുദ്ര ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം ഏതെല്ലാം പോസ്റ്റുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു നീണ്ട ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല, കാരണം ആൾറെഡി ഡിലേ ആയതുകൊണ്ട്. അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ, സർ, വി വെൽക്കം യു ടു ദ പ്രോഗ്രാം, സർ. ഓവർ ടു യു, സർ. So, very good evening to one and all, Mr. Raghu, Mr. Manohar, and dear friends. I don't know which area you would like myself to talk, either it is police or education, career, philosophy, spirituality, or which area you would like to listen from me. Environment. I'm not an expert in any one of this area, but that I can share my experience with all of this. Anyway, I think all of you are switched off your camera. Can you switch on your camera? Then at least there will be an inspiration to speak from my side. Okay. Please request everybody to switch on. All the possible persons can switch on the camera. Okay. Doctor, So, then doctor. This, I used to wonder, ഏതൊരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എൻറ്റയർ എക്കോസിസ്റ്റം, ബയോളജിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നു. ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ എല്ലാത്തിനെയും ട്രിഗർ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ലൈഫ്. കാരണം നമ്മളെ ഇപ്പോഴാണ് ഞാൻ ലെസ് എനർജറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സം ഇഷ്യൂസ്, സം പ്രോബ്ലംസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് ഒരു കാര്യത്തിൽ ഫോക്കസ് ടച്ച് ചെയ്താലായിരിക്കും ഞാൻ കൂടുതൽ എനർജറ്റിക് ആകുക. ഇതിനെക്കുറിച്ച് ഞാൻ കുറെ നാളുകളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം ഞാൻ ഡൽഹി മെട്രോയിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡൽഹി മെട്രോയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം. അത് എൻ്റെ ഒരു സമ്മറിങ്ങനാണ്. പതാഞ്ജലിയുടെ യോഗശാസ്ത്രയിൽ നിന്ന് എടുത്തിരിക്കുന്ന. അത് പറയുന്നത് ഇങ്ങനെയാണ്: if you have a bigger goal, you have a big plan or a project in your life, and if you continuously think on it, even your dormant cells should start functioning. ഇത് പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇതൊരു വളരെ എൻ്റെ ജീവിതത്തിൽ വളരെ ശരിയായിരുന്നു തോന്നി. ഞാൻ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിവിൽ സർവീസ് 99 സിവിൽ സർവീസ് എത്തുന്നതിന് മുമ്പ് താരതമ്യേന വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നിരിക്കുന്നവരാണ്. മനോഹരമായ ഗ്രാമത്തിൻ്റെതായ മനോഹാരിതയ്ക്കൊപ്പം തന്നെ ഈ ആധുനിക ലോകത്തിൻ്റെതായിരിക്കുന്ന ചില പരിമിതികളോടെ അവിടെ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഞങ്ങളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ പ്രയോറിറ്റി ആയിട്ടാരും കണ്ടിട്ടില്ല. അവർ കാണുന്നത് അന്നത്തെ ജീവിതം അങ്ങനെ അതിമനോഹരമാക്കി മാറ്റാം എന്നുള്ള. അങ്ങനെ അതിമനോഹരമാക്കുന്നതിനും ഒരു ഗുണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 90+ ഉള്ള ആളുകൾ ഒരുപാട് പേരാണ്. കാരണം അവരെപ്പോഴും എന്താണ്, അവരുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കാം, എങ്ങനെ പരസ്പരം സ്നേഹിക്കാം, പരസ്പരം സഹായിക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ പല ആളുകളും 7th സ്റ്റാൻഡേർഡ്, ചില ആളുകൾ 10th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ ഹയർ എഡ്യൂക്കേഷനും വിദേശ വിദ്യാഭ്യാസവും ഒക്കെ അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടം. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അതിലൊരാളായിട്ടാണ് ഞാൻ വളർന്നത്.
അങ്ങനെ വളർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഒരു ഒരു ഞാനും അവിടെയൊക്കെ തന്നെ അവസാനിക്കാന്ന് കരുതി. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിലും എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, ഐ മസ്റ്റ് സ്റ്റഡി. അതും ഒരു കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഒരു എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ ഉണ്ടായി വന്നതല്ല. എൻ്റെ പ്രയോറിറ്റീസ് ഡിഫറെന്റ് ആയതുകൊണ്ട് എഡ്യൂക്കേഷനും വളരെ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളുടേത് വേറെ പലതുമാണ്. ഞങ്ങളെ എങ്ങനെ പിന്നെ വലിയ ബിൽഡർ ആകാൻ മാറ്റും, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുകയും കുറച്ചു പേരൊക്കെ ആകുകയും ചെയ്യുന്ന ഒരു ലോകത്താണ്. അപ്പൊ അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷനിലേക്ക് മാറുകയും എഡ്യൂക്കേഷനിലേക്ക് തിരിഞ്ഞ സമയത്ത് എനിക്ക് പിന്നീട് ചില കുറ്റബോധങ്ങളൊക്കെ തുടങ്ങാൻ തുടങ്ങി. കാരണം പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സബ്ജക്ട് മാത്സ് ആൻഡ് ഫിസിക്സ് ആയിരുന്നു. മാത്സ് ഫിസിക്സ് ഇഷ്ടപ്പെടുന്നത് പണ്ട് ചാക്കോ മാസ്റ്റർ സ്ഫടികത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭൂലോകത്തിന്റെ ചക്രം മുഴുവൻ തിരുങ്ങുന്നത് മാത്തമാറ്റിക്സിലൂടെയാണെന്ന് ചിന്തിച്ചിട്ടായിരുന്നില്ല. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം അതാണ്. കാരണം മാഷ് അല്ലെ ടീച്ചർ ബോർഡിൽ കണക്ക് എഴുതി വെക്കുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞ് നമ്മൾ അതിനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ഹരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ആ പണി കഴിഞ്ഞു. പിന്നെ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക എന്നുള്ള ആവശ്യമില്ലാത്ത ഏക സബ്ജക്ട് എനിക്ക് തോന്നിയ ഒന്ന് മാത്തമാറ്റിക്സ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ മടിയന്മാർക്ക് പറ്റിയ ഒരു സംഭവമാണെന്ന് തോന്നിയുകൊണ്ട് അതിൽ ഭയങ്കര വലിയ താല്പര്യമാണ്. മാത്സിന്റെ ഒരു വലിയ രീതിയിൽ കണക്റ്റഡ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം മാത്സും ഫിസിക്സിലും താല്പര്യപ്പെട്ടു. പക്ഷേ ഞാൻ പഠനം നിർത്തുകയും തുടരുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ഞാൻ പിന്നീട് സീരിയസ് ആയി പഠനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഡിഗ്രിക്ക് എടുത്ത ഇക്കണോമിക്സ് മോശമായത് കൊണ്ടൊന്നല്ല, എൻ്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് പറയുന്ന ഇക്കണോമിക്സ്. കാരണം ഞാൻ 10-17 കൊല്ലം ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ കോളേജ് ലെക്ചറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടുള്ള എക്കണോമിക്സിൽ UGC ഫെലോഷിപ്പ് കിട്ടിയ ആളാണ്, ലെക്ചർഷിപ്പും ഫെലോഷിപ്പും. ആ ഫെലോഷിപ്പ് കൊണ്ടിട്ടാണ് ഞാൻ കോഴിക്കോട് വിട്ട് തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോയത്. ഈ ഫെലോഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് ലെക്ചർഷിപ്പ് കിട്ടിയത്. പക്ഷേ ഞാൻ ഏറ്റവും പാഷനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന സബ്ജക്ട് ഫിസിക്സും മാത്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഫിസിക്സും മാത്സും നഷ്ടപ്പെട്ട് എൻ്റെ കുറ്റബോധത്തിൽ ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പത്രത്തിൽ ഒരു ന്യൂസ് കാണുന്നത്. അന്നത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു സാധാരണ വീടിന്റെ മുമ്പിൽ ഒരു പശുവിനെ കറന്നിട്ടുള്ള പാലിന്റെ ഒരു പാത്രവും പിടിച്ച്, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, പാത്രവും പിടിച്ചിട്ട് ഒരാള് സിവിൽ സർവീസ് IAS കിട്ടിയിരിക്കുന്ന ആളെ കുറിച്ചു. അതാരും ആയിരുന്നില്ല, ഇപ്പൊ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത VP ജോയ് സാർ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നോക്കിയ സമയത്ത് കണ്ടത് അദ്ദേഹത്തിന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞത് ഫിസിക്സും മാത്സും ആണ്. അദ്ദേഹം പഠിച്ചിരിക്കുന്നത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് നിന്നാണെന്നാണ് ഓർമ്മ. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ ആലോചിച്ചത്, അത് കൂടുതൽ വായിച്ചപ്പോൾ സാധാരണ ആളുകൾ നോക്കുന്നതാണ് VP ജോയ് സാറ് ഇത് സിവിൽ സർവീസിൽ എത്തിയതിന്റെയും അതിന്റെയും അദ്ദേഹത്തെ കുറിച്ചുള്ള അഡ്മിറേഷനൊക്കെ തോന്നുമ്പോൾ എന്റെ മനസ്സിലൂടെ വന്ന ഒരു ഉൾട്ടാ ചിന്തയാണ്. അതായത് ഏതെല്ലാം സബ്ജക്റ്റുകൾ എടുത്തിട്ടാണോ നമ്മൾ പോകുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി സിവിൽ സർവീസ് ചെയ്താൻ വേണ്ടി എത്തും. അത് മെഡിസിൻ ആകാം, എഞ്ചിനീയറിംഗ് ആകാം, IM ആകാം, IIT ആകാം, എനിവർ ഇറ്റ് ക്യാൻ ബി. പക്ഷേ സിവിൽ സർവീസ് UPSC പരീക്ഷ എഴുതാൻ ആകെ വേണ്ട ഒരു ഡിഗ്രി വേണമെന്നുള്ളത് മാത്രം. ആ ഡിഗ്രി വെച്ചിട്ട് നമ്മൾ സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ എല്ലാവരും ഈക്വൽ പെഡസ്റ്റല്ലേ. IIT കാരനും IIM കാരനും പുത്തൂർകുളം AM UP സ്കൂളിൽ പഠിച്ച ഞാനും പിന്നെ REC പഠിച്ച VP ജോയ് സാർ എല്ലാം. അതിനെന്താണ് മാർഗം എന്നുള്ള അന്വേഷണമാണ് എൻ്റെ. അപ്പൊ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഞാൻ കരുതി എന്നാൽ എനിക്കും ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയാൽ കൊള്ളാം, IPS ഓഫീസർ ആകാൻ. എൻ്റെ നാടിന്റെ പരിസരത്ത് 10-20 കിലോമീറ്റർ റേഡിയസിൽ ഇത്തരം ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ആരും കൊണ്ടുനടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും പ്രത്യേകിച്ച് ഗൈഡ് ചെയ്ത് തരാനുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഞാൻ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ എല്ലാ കലാപരിപാടിയിലും ഉണ്ടായിരുന്നു. നാടകം കളിക്കല്, രാഷ്ട്രീയം, അത്യാവശ്യം ഞങ്ങളുടെ കോളേജിൽ 3 മാസം മിക്കവാറും ക്ലാസ് ഉണ്ടാകില്ല. അത് അടിപിടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു സെമസ്റ്റർ തന്നെ ഞങ്ങൾ അടിപിടിക്ക് വേണ്ടിയിട്ടാണ്. ഒരു എൻ്റയർ സെമസ്റ്റർ ഓൺ അടിപിടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോളേജിലാണ്. പക്ഷെ ഇങ്ങനെ ഒരു എൻ്റെ മോഹഭംഗത്തിന് മാറ്റിയെടുക്കാൻ ഒരു വഴിയുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ലൈബ്രറിയിലേക്ക് പോയ സമയത്ത് ലൈബ്രറിയിൽ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും കനമുള്ള പുസ്തകം വായിച്ചാലായിരിക്കും ഏറ്റവും കൂടുതൽ വിവരം കിട്ടുക. അപ്പൊ സിവിൽ സർവീസ് കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്ന മാഗസിൻ ഉണ്ട്. പിന്നെ അങ്ങനെ സിവിൽ സർവീസ് ക്രോണിക്കിൾ, ഇങ്ങനെ കുറെ മാഗസിനുകളും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അത് തന്നെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വേർഷൻ പോലെയല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഈ ട്രീറ്റീസ് ഓൺ വെൽത്ത് ഓഫ് ക്യാപിറ്റൽ ആഡം സ്മിത്ത്,
ഇങ്ങനെയുള്ള എല്ലാ വലിയ മഹാന്മാരുടെയും പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാൽ വലിയ വിവരം കിട്ടും എന്നുള്ള ധാരണയിൽ അതെടുത്ത് വായിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരെണ്ണം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വായിക്കും തോറും എനിക്ക് എന്താണ് നടക്കുന്നതെന്നുള്ള യാതൊരു ബോധമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഈ വഴി ഈ സംഭവം കണക്കുന്നു, അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന് കരുതുന്നത് തിരിച്ചു പിടിക്കും. അപ്പൊ ഞാൻ എന്നും ലൈബ്രറിയിൽ പോയിരിക്കും. ലൈബ്രറിയിൽ പോയിരിക്കുന്ന സമയത്ത് പിന്നീട് ലൈബ്രറിയിൽ ഏട്ടനുണ്ണി രാജ, ഗുരുവായൂരപ്പം സൗമുര്യൻസ് ഗുരുവായൂർപ്പാടയിലാണ് ഞാൻ പഠിച്ചത്. ഏട്ടനുണ്ണി രാജ ഉണ്ട്. ഏട്ടനുണ്ണി രാജ എല്ലാ ദിവസവും ലൈബ്രറിയിൽ വരുന്ന ഒരാൾ ഞാൻ മാത്രം. എന്താ ഇവൻ എന്തോ വലിയ കാര്യം പഠിക്കുന്നു എന്നാണ് ആൾ കരുതുന്നത്. കാരണം എൻ്റെ ടേബിളിന് മുമ്പിൽ ഒരുപാട് പുസ്തകങ്ങൾ കാണും. അപ്പോൾ കാണുമ്പോൾ അദ്ദേഹം കരുതുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന വിവരം അദ്ദേഹത്തിനില്ല. അങ്ങനെ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുക. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. പുസ്തകത്തിന് തന്നെ, ഞാൻ പറയാണ്ട് പലരോടും, പുസ്തകത്തിന് തന്നെ ഒരു ചെറിയ ദയ എന്നോട് തോന്നുന്നത്. പിന്നെ പുസ്തകത്തിലെ വാക്കുകളും അക്ഷരങ്ങളും അതേ കുറിപ്പുകളും തിയറികളും ഒക്കെ തന്നെ എൻ്റെ തലയിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ അതൊരു ഹരമായി മാറി. പിന്നെ അക്കാലഘട്ടത്തിൽ ഈ 2 പുസ്തകമാണ് ശനിയാഴ്ചൻ അന്ന് വെള്ളിയാഴ്ചൻ അന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കുക. ഞായറും തിങ്കളും, ശനിയും ഞായറും പഠിക്കാൻ പറ്റും, മീൻസ് വായിക്കുന്നവർ. പക്ഷെ ഏട്ടനുണ്ണി രാജ ഞാൻ കാണിച്ചു കൊടുക്കുന്ന എല്ലാ പുസ്തകവും എടുത്തു. 18 പുസ്തകം വരെ ഞാൻ വ്യാഴാഴ്ച കൊണ്ടുപോയി. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഈ 18 പുസ്തകം ഞാൻ കൊണ്ടുപോയിട്ട് പഠിക്കുകയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് എൻ്റെ കയ്യിൽ കുറെ പുസ്തകം കിട്ടുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു തോന്നലാണ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നത്. അങ്ങനെ പോയൊരു കാലമുണ്ട്. പിന്നീട് അവിടെ നിന്നും ഞാൻ പിന്നെ MA എക്കണോമിക്സ് ചെയ്തു. അവിടുന്ന് പിന്നീട് UGC ഫെലോഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലും കാര്യവട്ടത്തും പിന്നീട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ കറങ്ങി. അവസാനം ഒരു ദിവസം ഞാൻ ആരും അറിയാതെ അല്ലെങ്കിൽ എങ്ങനെയോ അത്ഭുതപരമായിട്ട് ഞാനും ഇന്ത്യൻ പോലീസ് സർവീസിലെത്തി. ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇന്ത്യൻ പോലീസ് സർവീസ് ആയിരുന്നു എനിക്ക് വേണ്ടിയത്, IAS ആയിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് ചോയ്സ് കൊടുത്തിരിക്കുന്ന IPS ആണ്. പക്ഷേ എന്താണ്, പിന്നെ ആ ഒരു സംശയം തീർക്കാനായിരിക്കും ഒരു പക്ഷേ എൻ്റെ ഭാര്യയായിട്ട് ഒരു IAS ഓഫർ തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം, പിന്നീട് എനിക്കൊരു കാര്യം, നമ്മളെ ഏതെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിരിക്കും. ആ ഡ്രീം ഉണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മളുടെ തലയിലേക്ക്, നമ്മളെ അടുത്തേക്ക് വരില്ല. ആ ഡ്രീം ഇറ്റ് ഇസ് സോ പവർഫുൾ ആൻഡ് സോ ഇന്റൻസ്. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും, നമ്മളെ പരിമിതികളും പ്രയാസങ്ങളും നമ്മൾ മറക്കുകയല്ല, നമ്മൾ ഓർക്കില്ല. അതുകൊണ്ടാണ് ഒരിക്കല് പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് തന്നെ, നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും മാറി നോക്കുന്ന സമയത്താണ് നിങ്ങൾ പ്രയാസങ്ങൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ലക്ഷ്യം കൈവരിക്കാമെന്നും സ്വപ്നം കണ്ടാൽ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം. ഇത് പിന്നീട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ? പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ജീവിത യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് എൻ ഇന്റൻസ് ഡിസയർ ആൻഡ് വർക്ക് ഹാർഡ് ടുവേർഡ്സ് ദാറ്റ് എൻഡ്, ദ എൻറ്റയർ വേൾഡ് വിൽ കോൺസ്പയർ ഫോർ യു എന്ന് പറയും. നിങ്ങൾക്കൊരു അതിയായ ആഗ്രഹം ഉണ്ടാവുകയും നിങ്ങൾ അതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്താൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് അത് സാധ്യമാകാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നി. That's why I'm sitting over here. ഇത് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്കുണ്ടായ വേറൊരു കുറ്റബോധം തുടങ്ങി. ആ കുറ്റബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇത്രയും സ്വപ്നത്തിന് പവർ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് കുറച്ച് കണ്ടു എന്നുള്ളതായി. ഈ ഇന്ത്യൻ പോലീസ് സർവീസ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വേറെ വല്ലതും സ്വപ്നം കാണാമായിരുന്നല്ലോ എന്ന് കരുതി. അങ്ങനെ സ്വപ്നം കാണാൻ കരുതിയപ്പോ ഇനിയിപ്പം വീണ്ടും സ്വപ്നത്തെ റീസെറ്റ് ചെയ്യണം. ക്യാൻ ബി ഡൺ റീസെറ്റ്, അതല്ല വേറെ എന്തെങ്കിലും വഴിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കരുതിയത്, ഈ പവർ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൂടാ. അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് നോക്കിയ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ നിന്നാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം വികസിച്ചു വരുന്നത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ മർച്ചന്റ്സ് ഓഫ് ഡ്രീംസ്, കുട്ടികളെല്ലാം തന്നെ സ്വപ്നങ്ങളുടെ ഒരു വ്യാപാരികളായിട്ട് നടക്കുന്നു. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ടു ബി എൻ ചേഞ്ച് ലീഡർ ഇൻ സൊസൈറ്റി. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും, അവരെത്തിപ്പെടുന്ന മേഖലയിലെല്ലാം തന്നെ ചേഞ്ച് ലീഡർ ആകുക എന്നുള്ള സ്വപ്നവും പേറിയിട്ടാണ് അവർ നടത്തുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾ ഒരു വളരെ ചെറിയൊരു രീതിയിൽ കൊച്ചിയിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആകുമ്പോൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ഭാരതത്തിൽ 13,000 സ്കൂളുകളിലായിട്ട് ഏകദേശം 15 ലക്ഷം കുട്ടികൾ ഈ പരിശീലന പരിപാടിയിലൂടെ കടന്നുപോകും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ കാണുന്നത്, ഈ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ കേരളത്തിലെ ഏത് റോഡിലൂടെ പോകുകയാണെങ്കിൽ SPC യൂണിഫോം ഇട്ടിരിക്കുന്ന കുറെ കുട്ടികളെങ്കിലും ഞാൻ കാണാത്ത ദിവസമുണ്ട്.
ഒരുപക്ഷെ എനിക്ക് 1,00,000 കുട്ടികൾ, നിങ്ങൾ 1,00,000 കുട്ടികൾ ഇന്ന് കേരളത്തിൽ മാത്രം പരിശീലനത്തിൽ. ഇത് ഒരു നമ്മളുടെ സ്വപ്നത്തെ, നമ്മൾ ചെറുതായിട്ട് കണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു സ്വപ്നത്തെ നമുക്ക് എന്തുകൊണ്ട് സാധ്യമാവുമെന്നും, പിന്നീട് അതിനോട് ഉദ്ബോധകമായിട്ട് അതിനോട് അടുപ്പിച്ചിട്ട് വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 30ഓളം മറ്റു പ്രോഗ്രാമുകളും സൃഷ്ടിക്കാൻ പറ്റും. പിന്നീട് പല സ്വപ്നം, പിന്നെ ചെറുതും വലുതുമായിരിക്കുന്ന പല സ്വപ്നങ്ങളും കാണുകയും അതെല്ലാം സാധ്യമാവുകയും ചെയ്തെന്ന് കണ്ടിട്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഐ ഷുഡ് സ്പെൻഡ് മോർ ടൈം ടു മേക്ക് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പവർ ഓഫ് ഡ്രീം. നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ ഇരിക്കുന്നു, നിങ്ങളെ പ്രായം എന്തെന്നോ, നിങ്ങൾ ഏത് പ്രദേശത്ത് ജനിച്ചെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്നോ, നിങ്ങളെ പാരമ്പര്യം പാരമ്പര്യം വലിയ പാരമ്പര്യമാകും, മോശം പാരമ്പര്യവുമാകും. മോശം എന്ന് പറഞ്ഞാൽ അത്ര സൗകര്യങ്ങൾ ഇല്ലാത്ത, വലിയ പണമാകാൻ ചെറിയ പണമാകാം, വലിയ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലാകും വലിയ വിദ്യാഭ്യാസം. പക്ഷെ നിങ്ങൾ ഇഫ് യു ഹാവ് എ ഡ്രീം യു ക്യാൻ അച്ചീവ് ഇറ്റ്. നിങ്ങൾ അലിബാബ എന്ന് പറയുന്ന ഏറ്റവും ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദി ബിഗ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഈ ഇ കൊമേഴ്സ് ചൈനയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതിന്റെ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ നോക്കിയ സമയത്ത് അതിന്റെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ $400 ബില്യൺ. $400 ബില്യൺ, യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ഇറ്റ് ഈസ്. അതിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ് ജാക്മ എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾ കരുതും ജാക്മ എന്ന് പറഞ്ഞത് IIT-യിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരിക്കും, അല്ലെങ്കിൽ MIT-യിലെ ഫസ്റ്റ് റാങ്ക്, ഹാർവാർഡ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. ഒന്നുമല്ല. അദ്ദേഹം ഒരു ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ. നിങ്ങൾ അലിബാബയുടെ, ജാക്മയുടെ അലിബാബ എന്ന് പറഞ്ഞ ഒരു ബയോഗ്രഫിക്കൽ ഒരു പുസ്തകമാണ്. ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് ആളുകൾ സ്വപ്നം കാണുന്നതെന്നും റിയലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നതാണ്, അദ്ദേഹം ചൈനക്കാരിൽ ബഹുഭൂരിപക്ഷ ആളുകൾ 99% or above people cannot speak English that time when he was very active. അപ്പൊ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് വിദേശ ടൂറിസ്റ്റുകൾ വളരെ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ലേക്കിന്റെ അവിടെ വരാറുണ്ട്. വിദേശ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരനെ സൈക്കിൾ ചവിട്ടിട്ട് 19 മൈൽസ് സൈക്കിൾ ചവിട്ടിട്ട് ഈ തടാകത്തിന്റെ തീരത്ത് ചെല്ലും. എന്തിനാണ്? വിദേശികളുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് പുള്ളി പലരിൽ നിന്നും കിട്ടിയതിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഇന്റർനെറ്റിനെ കുറിച്ചിട്ടും മറ്റും പരിചയപ്പെടുന്നത്. അന്ന് പുള്ളി ഒരു സ്വപ്നം കാണാം. 1999 കാര്യമാണ്. 99 ഈ പറയുന്ന ആള് കാണാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനി ചൈനയിൽ നിന്നായിരിക്കും എന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. അത് ഞാനായിരിക്കും സ്ഥാപിക്കുന്നത്. അങ്ങ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപ്പോഴ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വസ്തുവകകൾ ഓർഡർ ചെയ്ത് വാങ്ങുന്നത് 99 ഓൾമോസ്റ്റ് 0 ആണ്. വളരെ നെഗ്ലിജിബിൾ. അത് ചൈനയിൽ എന്ന് പറയുന്നത് ചൈനയുടെ മൊത്തം ജനതയുടെ 1% താഴെയാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് വെരി നെഗ്ലിജിബിൾ ആയിരിക്കുന്ന ആളുകളാണ് ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് പുള്ളി പറയുന്നത്, ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത്, ഐ വിൽ ബിക്കം ദി ഫൗണ്ടർ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ദിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓഫ് ദി വേൾഡ്. അദ്ദേഹം അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഉയർച്ച താഴ്ചകൾ, ഇവിടെ നിന്നും ചൈനയിൽ നിന്നും നേരെ ജപ്പാനിൽ പോയി ജപ്പാനീസ് സോഫ്റ്റ് ബാങ്കിൽ നിന്ന് ആളുകൾ കൺവിൻസ് ചെയ്തിട്ട് വർഷത്തിന് $25 മില്യൺ സംഘടിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ സക്സസിന്റെ രഹസ്യം എന്താണ്? പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നേക്കാൾ വിവരം കുറഞ്ഞ ഒരാളെയും ഞാൻ എന്റെ കമ്പനിയിലേക്ക് എടുക്കാറില്ല. പുള്ളി നേരെ പോയിരിക്കുന്നത് കാലിഫോർണിയയിലേക്ക്, സിലിക്കൺ വാലിയിലേക്കാണ്. അവിടുത്തെ ബെസ്റ്റ് IT ഫെലോസിനെ എല്ലാം പുള്ളി റിക്രൂട്ട് ചെയ്തു. ബെസ്റ്റ് എല്ലാം ലോണ് വാങ്ങിച്ചിട്ട്. നിങ്ങൾ മനസ്സിലായ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ, ചൈനയിലെ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ സിലിക്കൺ വാലിയിൽ പോയിട്ട് അവിടുത്തെ ബെസ്റ്റ് ടാലൻസിനെ റിക്രൂട്ട് ചെയ്യാം. എന്നിട്ട് അവര് ഈ ചൈനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അലിബാബ. അങ്ങനെ എത്രയോ ആളുകളുടെ കഥകൾ നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വി മസ്റ്റ് ഹാവ് എ ഡ്രീം. ആ ഡ്രീമിന് ഒരു കാര്യം കൂടി ഉള്ളത്, ആ ഡ്രീം ഇഫ് ഇറ്റ് ഈസ് സംതിങ് നോബിൾ ആണെങ്കിൽ അതിന്റെ പവർ മൾട്ടിപ്പിൾ ആയിരിക്കും. നോബിൾ ആകണമെങ്കിൽ അതിനുള്ള ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് മാറിയിട്ടില്ല, നമുക്ക് വേണ്ടി മാത്രമല്ലാത്തൊരു സ്വപ്നം ഉണ്ടായിരിക്കും. അത് എന്റെ സ്വാർത്ഥതയ്ക്കും എന്റെ കുടുംബത്തിന്റെ സ്വാർത്ഥതയ്ക്കും എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക്
അതൊരു സമൂഹത്തെ കൂടി കണക്കിലെടുത്തിട്ടുള്ള ഒരു സ്വപ്നമാണെങ്കിൽ അതിനെയാണ് നോബൽ ഗോൾ എന്നുള്ളത്. അങ്ങനെ നോബൽ ഗോളുകളും സ്വപ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളാണ് നമുക്കറിയുന്ന, നമ്മൾ കണ്ടില്ലേ ഈ പറയുന്ന എബ്രഹാം ലിങ്കനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ദരിദ്രമായ, ഏറ്റവും പ്രയാസം നിറഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ആകണം. അമേരിക്കയുടെ പ്രസിഡന്റ് ഈ പണ്ട് ഇതിനെ നമ്മുടെ ഖുറാനില് പറയുന്നുണ്ട്, ധനികൻ സ്വർഗത്തിലെത്തുന്നത് ആന സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള ഇബ്രാഹിം ലിങ്കനെ പോലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇറ്റ്സ് നിയർ അല്ല, ഇമ്പോസിബിൾ. പക്ഷെ അദ്ദേഹം സ്വപ്നം കണ്ടു, ഐ വാണ്ട് ടു ബി ദി പ്രസിഡന്റ് ഓഫ് അമേരിക്ക. ഒരേ ഒരു കാര്യം കൊണ്ടാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദിപ്പിച്ച ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ സ്ലേവറി ഉണ്ടായിരുന്നു, അടിമത്വം. ഈ അടിമത്തം നിരോധിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹമാണ്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ് ആഗ്രഹിച്ചത്. അടിമത്തം നിരോധിക്കണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അല്ലാത്ത ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഇലക്ഷനുകൾ മത്സരിക്കുകയും അദ്ദേഹത്തിന്റെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ വികൃതമാണെന്ന്. ചില ആളുകൾ പറഞ്ഞത് 2 കൈയും 2 സൈസാണെന്നാണ് പറഞ്ഞത്, രണ്ട് വലുപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഇലക്ഷനിൽ മത്സരിച്ച് ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും സെവറൽ ടൈംസ് he got defeated and failed miserably. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ പരാജയം ഒരു പ്രശ്നമേ ആയിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ സ്വപ്നം അതിനേക്കാൾ വലുതായിരുന്നു, നോബിളായിരുന്നു. അങ്ങനെ 7th ടൈമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇലക്ഷനിൽ വിൻ ചെയ്യുന്നതും അമേരിക്കയിൽ അടിമത്തം നിരോധിക്കും. സോ നമ്മൾക്ക് വിട്ടിട്ട്, നമ്മളിൽ നിന്നും വിട്ടിട്ട് നമ്മളെ സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വപ്നം നമുക്ക് ഉണ്ടാകുകയാണ്. ആ സ്വപ്നത്തിനെയാണ് നമ്മൾ നോബിൾ എന്ന് പറയുന്നത്. അതിന്റെ പവർ എന്ന് പറഞ്ഞത് നേരത്തെ ഉള്ളതിന്റെ പവറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് വേണ്ടി കാണുന്ന സ്വപ്നവും സാധ്യമാവും, പക്ഷേ നമുക്ക് അപ്പുറത്തേക്ക് കാണുന്ന ഒരു സ്വപ്നം അതിനേക്കാൾ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരിലും തന്നെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകുകയും അതിൽ ചുറ്റുപാടുമുള്ള സഹജീവി എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ഒരു പങ്കുണ്ടാകാൻ പറ്റുകയാണെങ്കിൽ, ആ പങ്കോട് കൂടിയിട്ടുള്ള ഒരു സ്വപ്നം നമ്മൾ കാണുകയാണെങ്കിൽ, ഒരു പക്ഷേ എന്തായിരിക്കും, നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യും, നമുക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യും. അങ്ങനെ കോൺസ്പയർ ചെയ്തിട്ട് ആയപ്പെട്ടവരെയാണ് പിന്നീട് എന്ത് ചെയ്തത്? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സിഗ്നേച്ചർ ഇട്ടുപോയി എന്നൊക്കെ പറയുന്നു. നമ്മളുടേതായ ഒരു ഒപ്പ് ഇവിടെ ചാർത്തിപ്പോയി എന്നത്. അങ്ങനെ ഒരു ഒപ്പ് ചാർത്താൻ നമ്മുടെ ജീവിതത്തിന് സാധ്യമാകുകയാണെങ്കിൽ അതിൽ പരം മറ്റൊരു ജീവിതം നമുക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള everyone has that possibility and strength. Every person is a bundle of enormous amount of energy. Very few people unlock it properly. Very few people unlock it. If you could unlock it in the right way, and you can definitely make this big change. So thank you all the best to all of you. Sorry once again for a huge delay which I made. It's not because of I was late, because there's another meeting it was official. Sir, can we have a small Q&A session, question and answer? Yeah, make it fast actually. I too have another option. No issue, sir. സാർ ഒരേ ഒരു പ്രോഗ്രാം, സാറിന്റെ ഒരേ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. സ്റ്റുഡൻസ് പോലെ അതുപോലെ ഒരുപാട് പ്രോഗ്രാം സാർ ചെയ്തിട്ടുണ്ട്. ORC എന്ന പേരിൽ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, പ്രോജക്ട് ക്യാൻഡിൽ ലൈറ്റ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം, ദെൻ പിങ്ക് ഓട്ടോ ഇനിഷ്യേറ്റീവ് ടു സ്ട്രെങ്തനിങ് ദ വുമൺ എംപവർമെന്റ്, ഇതെല്ലാം അദ്ദേഹം ചെയ്ത പ്രോജക്റ്റുകളാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്, 1 by 1 ആയിട്ട് ചോദിക്കാം. Any questions? Anup, any questions? Please, Anup. Yeah, sir, it was very nice and inspired speech which we had. I called my daughter also along with me to listen to sir's speech. It was really enlightening, actually. Thank you so much, sir. That's all. I have no questions to ask, but it enlightened me in so many ways. Thank you so much. Thank you. Yeah. Thank you, Anup. Any other questions? ആർക്കെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്? അപ്പൊ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ വന്നപ്പോ ചെയ്യാം. മനോജ് സാർ ഉണ്ടെന്ന് തോന്നല്ലേ? ഡോക്ടർ മനോജൻ ഉണ്ടോ? മനോജൻ സാർ ഉണ്ടല്ലോ അല്ലേ? മനോജൻ സാർ. മനോജ്, ആക്ച്വലി ഞാൻ ഒരു ഫാമിലി മാരേജ് ഫംഗ്ഷനിലാണ് ഉള്ളത്. വിജയൻ സാറിന് ഒരു ഹായ് പറയാണ്. വിജയൻ സാർ, ഹോപ്പ് യു റിമെമ്പർ മീ. ഡോക്ടർ മനോജ് ആണ്, ഗോകുലം. I missed your number. സർ, ഞാനൊരു മാരേജിലായി പോയി.
അതുകൊണ്ടാണ് ഞാൻ ഐ എം ജസ്റ്റ് ക്യാരിങ് ബിക്കോസ് സാറിന്റെ ടോക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഐ എം ജസ്റ്റ് ക്യാരിങ് ഇറ്റ് വിത്ത് മീ. താങ്ക് യു. ഇൻഫാക്ട് ഒരു നല്ല എൻലൈറ്റനിങ് ആയിരുന്നു. ഗ്രേറ്റ്, ഗുഡ് ടു സീ യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. രഘു സാർ ഉണ്ടോ കോളില്? രഘു സാർ? രഘുചന്ദ്രൻ സാർ ഉണ്ട്. ഐ ഹോപ്പ് ഈസ് സാർ. ദെൻ വിൽ വൈൻഡ് അപ്പ് സാർ. ഒരുപാട് സന്തോഷം സാറിന്റെ നല്ല വാക്കുകൾക്ക്, ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക്, നമ്മുടെ കുട്ടികളെല്ലാം ഒരു മോട്ടിവേറ്റ് ചെയ്തതിനും ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അത് ആക്ച്വലി രഘു സാർ ആയിരുന്നു പറയേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കൽ കൂടി ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷൻ പേരിലുള്ള നന്ദി അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം ഷെയർ ചെയ്തതിന് അറിയിക്കുന്നു. സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. Thank you so much. Thank you. Nanav sir, thank you very much, and thank you team. Thanks to each and one who has joined for this program. Thank you. Bye. Thank you, sir.